ഒരു ദിവസം പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ദുഃഖിക്കാറുണ്ടോ? നിങ്ങളുടെ ഹൃദയം അതുതന്നെ ആലോചിച്ച് ആ സമയങ്ങളും മണിക്കൂറുകളും സങ്കടപ്പെടാറുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരിക്കും. ചിലപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ പറ്റാറില്ല. എന്നിരുന്നാലും വളരെയധികം ദുഃഖം തോന്നാറുണ്ട്. മനസ്സിനെ അത് വല്ലാതെ അലട്ടിയിട്ടുമുണ്ട്. ദൈവം എന്തു വിചാരിക്കുമെന്ന് ഓർത്ത് സങ്കടപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മുടെ തിരക്ക് മൂലമോ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴോ പ്രാർത്ഥിക്കാനായിട്ട് കഴിയാതെ വരാറുണ്ട്. പക്ഷേ അതിനുശേഷം എന്നും പ്രാർത്ഥിക്കുന്ന സമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ആ ദുഃഖത്തിൻ്റെ ആത്മീയ രഹസ്യത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. സങ്കീർത്തനം 42:2 എൻ്റെ ആത്മാവ് ദൈവത്തെ ദാഹിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ആത്മാവിന് സഹിക്കാൻ കഴിയില്ലെന്നാണ്. എന്ന് വെച്ചാൽ പ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ആത്മാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു. ആ ദാഹം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ആ ദുഃഖം. നമുക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട്. പ്രാർത്ഥന തന്നെ ഒരു ദൈവ സാന്നിധ്യമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേർന്ന് യഥാർത്ഥത്തിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ആത്മാവ് വളരെയധികം അതിനെ ഓർത്ത് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവത്തിൽ നിന്നും ഒരു വേർപിരിയുന്നത് പോലൊരു അനുഭവം ആത്മാവിന് അനുഭവപ്പെടുന്നു. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ നിങ്ങളെന്നും കാണാറുണ്ടെന്ന് വിചാരിക്കുക. ആ സുഹൃത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും എന്തൊക്കെയോ ഒരു എന്താ പറയുക, എല്ലാം തുറന്നു പറയുന്നത് കൊണ്ടുള്ള ഒരു ആനന്ദമൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ഒരു ഹാപ്പിനെസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ആ വ്യക്തിയെ കാണാതെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, അല്ലേ? അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് ചിലപ്പോൾ തളർന്നു വരെ പോയേക്കാം. ഇത് തന്നെയാണ് നമ്മുടെ ആത്മാവിനും പറ്റുന്നത്. ദൈവത്തോടുള്ള ആ ബന്ധം നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ദുഃഖം എന്ന് വിളിക്കുന്നത്. ഒരു ദിവസം നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ സാധിക്കാതെ വരുന്ന ആ ഒരു ദുഃഖമാണ് ആത്മാവ് പ്രകടിപ്പിക്കുന്നത്. ആ ദുഃഖം നല്ലതാണോ? എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. 1-2 ദിവസമൊക്കെ ഇങ്ങനെ പ്രാർത്ഥന മുടങ്ങിപ്പോകുമ്പോൾ ദൈവം ഇതിനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുക എന്നോർത്ത് വളരെയധികം ടെൻഷൻ അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവാൻ ചിലപ്പോൾ. പക്ഷേ അതൊരു വിശുദ്ധമായ ദുഃഖമാണ്. ആ ദുഃഖത്തെ നമുക്ക് ദൈവം തന്ന സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് തന്നെ വിചാരിക്കാം കേട്ടോ. അതിനർത്ഥം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. അതായത് നമ്മൾ പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ദുഃഖം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദൈവസ്നേഹത്തിൽ നമ്മൾ ഓരോരുത്തരും വളരുമ്പോൾ ആ ദുഃഖം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് തന്നെയാണ്. 2 കൊരിന്തോസ് 7:10 ഇപ്രകാരം പറയുന്നു: ദൈവസന്നിധിയിൽ നിന്നുള്ള ദുഃഖം മാനസാന്തരത്തിനും രക്ഷയ്ക്കും നയിക്കുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് തുറന്നു പറയുക. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവമേ നന്ദി എന്നൊരു വാക്ക് പറഞ്ഞാൽ തന്നെ ദൈവത്തിനത് വലിയ പ്രാർത്ഥന തന്നെയാണ്. അന്ന് ഒരു ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞ് അത് അവസാനിപ്പിക്കുക. എന്നാൽ പിറ്റേ ദിവസം ആത്മാർത്ഥതയോടെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. ഇങ്ങനെ പറയാം:
കർത്താവെ, ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നാൽ അതിന് പകരമായിട്ട് ഇന്ന് ഞാൻ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. എന്നെ ശക്തിപ്പെടുത്തുക എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് ചില ഗ്യാപ്പുകൾ വരുമ്പോൾ ആ ബന്ധം ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുന്നു എന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശികം മാത്രമാണ്. കാരണം ആ ഒരു ഇടവേള ദൈവബന്ധത്തെ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് ഓർക്കുക. മറിച്ച് നമ്മൾ അതിനെ കൂടുതൽ ആഴത്തിലായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ദൃഢപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ മറന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലൊരു വേദന തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സത്യസന്ധമായി ദൈവത്തെ സ്നേഹിക്കുന്നു, അവനെ നിങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ്. അവൻ നമ്മളെ വിട്ടുപോയി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ആ നിമിഷം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും നമ്മുടെ തോന്നൽ മാത്രമാണ്. നമ്മൾ അനുഭവിക്കുന്ന ആ ദുഃഖമാണ് നമ്മളെ കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവത്തിലേക്ക് അടുപ്പിക്കാനുമായിട്ട് നമ്മളെ കൂടുതലായി നമ്മളെ പ്രേരിപ്പിക്കുന്നത് തന്നെ ആ ഒരു ഇടവേള തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ചിലപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകാറുണ്ട്. പക്ഷെ ദൈവമേ, നീ എന്നെ എപ്പോഴും ഓർക്കുന്നു. എൻ്റെ ഹൃദയം നിൻ്റെ സാന്നിധ്യം എപ്പോഴും ദാഹിക്കുന്നു. എപ്പോഴും നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാവാറുള്ള ഒരു ദുഃഖമാണ് ആത്മീയ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ ഇടവേളകളൊക്കെ. പക്ഷേ അത് നീണ്ട ദൂരം പോകാതെ നോക്കുക. കാരണം അത് നമുക്ക് നമ്മുടെ ശക്തമായൊരു പ്രാർത്ഥനയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിൽ കൂടിയും ചിലപ്പോൾ അതിൽ നിന്നും വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓർക്കുക, നമ്മൾ മറന്നുപോയാലും നമ്മളെ ദൈവം മറക്കാറില്ല. അവൻ നമ്മളെ പിന്നെയും പിന്നെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനാണ് നോക്കുന്നത് തന്നെ. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും പല ജോലികളിലും തിരക്കുകളിലുമൊക്കെ മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തിനൊരു നന്ദി വാക്കെങ്കിലും പറയാൻ നിങ്ങൾ മറക്കരുത്. അത് ദൈവത്തിന് ഏറ്റവും കൂടുതൽ നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് അതൊരു കാരണമാകും. ഒരിക്കലും ഇടവേള വരാതെ നോക്കുക. ഇനി അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ശാരീരിക ക്ഷീണം കൊണ്ടോ തളർച്ചകൾ കൊണ്ടോ ജോലി ഭാരം കൊണ്ടോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും ഒരു നന്ദി വാക്ക് അത് മാത്രം അർപ്പിച്ചാലും മതിയാകും. പക്ഷേ പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം. കാരണം അത് നമ്മളെ കൂടുതലായിട്ടും പ്രാർത്ഥനയിൽ നിന്നും പുറകോട്ട് വലിക്കും. ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തെ മുറിച്ച് കളയാനായിട്ട് ആർക്കും സാധിക്കില്ല. പക്ഷേ നമുക്ക് പ്രാർത്ഥന പൂർണ്ണമായിട്ട് നിന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന സമയം മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ദൈവത്തെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.